സ്വാമിജിയുടെ അഭിമുഖത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പര ഇന്ന് 3-ാം ദിവസത്തിലേക്ക് നമ്മളെത്തി. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിലുള്ള സ്വാമിജി കൂടാതെ അധ്യക്ഷപദം അലങ്കരിക്കാനെത്തിയുള്ള മാഷ് ഇവരെ പരിചയപ്പെടുത്തുക, സ്വാഗതം പറയുക എന്നുള്ളതാണ്. അധ്യക്ഷപദം അലങ്കരിക്കാനെത്തിയിട്ടുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ മാഷ് കേശവ മാഷ് നമ്മുടെ തിരക്കിയ സ്കൂളിൽ പ്രധാന അധ്യാപകനായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ മുഖ്യപ്രഭാഷണത്തിനെത്തിയിട്ടുള്ള നമ്മുടെ സുരഭിതനായ സ്വാമിജി ശങ്കരാശ്രമം വണ്ടൂർ, അവിടുത്തെ ആ മഠത്തിലെ പ്രധാന മഠാധിപതി, അദ്ദേഹത്തിനും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വ്രതങ്ങൾ, തത്വങ്ങളും അനുഷ്ഠാനങ്ങളും, അതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണെന്ന് സ്വാമിജിയുടെ നടത്താനെത്തിയിട്ടുള്ളത്. പ്രഭാഷണത്തിന് ശേഷം ഈ വിഷയത്തിലുള്ള അല്ലെങ്കിൽ മറ്റു വേറെ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഒരു പേപ്പറിൽ എഴുതി ഇവിടെ ഏൽപ്പിച്ചാൽ, ബന്ധപ്പെട്ട ആളുകൾ പുറകിലുണ്ട്, അവിടെ ഏൽപ്പിച്ചാൽ സ്വാമിജിയുടെ മറുപടി കേൾക്കാവുന്നതാണ്. കൂടാതെ ഈ പ്രഭാഷണം ഗ്രഹിക്കുവാനെത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന് ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് ശോഭിക്കുന്ന പൂരപ്പറമ്പ് ദേവിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ബഹുമാന്യനായ ആദരണീയായ ശങ്കരാശ്രമം മഠാധിപതി ശ്രീ സ്വാമി ആനന്ദ ചൈതന്യ അവരുടെ ഇവിടെ സന്നിഹിതരായ ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടുത്തെ ഈ സനാതന ധർമ്മ സമിതി 3 ദിവസമായി, ഇന്ന് 3-ാമത്തെ ദിവസമായി ഇവിടെ നടത്തിവരുന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ ഈ 3-ാം ദിവസത്തെ ഈ പരിപാടിയിൽ ഇത് ഒരു കണ്ണിയായി ഇരിക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ആദ്യമായി പ്രകടിപ്പിക്കട്ടെ. ഇവിടെ ഇന്നത്തെ വിഷയം വ്രതങ്ങളുടെ തത്വവും അനുഷ്ഠാനവും. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സംഭൂജിതനായ സ്വാമിജി ഇവിടെ ഉണ്ട്. അതിൻ്റെ ആധികാരികമായി അതേ കാര്യങ്ങൾ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഞാനൊരു പ്രഭാഷണമല്ല എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിലും ഇവിടെ ഇങ്ങനെയൊരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അത് പങ്കുകൊണ്ടുകൊണ്ട് 2 വാക്ക് സംസാരിക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. സനാതനധർമ്മം, ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ വളരെയധികം പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കേൾക്കുമ്പോൾ വലിയ വലിയ കാര്യമായി തോന്നുമെങ്കിലും ഇതൊക്കെ നമ്മുടെ കാര്യം തന്നെയാണ്. വലിയ വലിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരക്കുമെങ്കിലും ഇത് നമ്മളൊക്കെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ തീർച്ചയായും ചിരപുരാതനമായി തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ സൂചിപ്പിക്കുകയാണ്. അത് നിത്യമാണ്, അതിന് നാശമില്ല, അത് നിത്യസത്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്
അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നായിരിക്കും സനാതന ധർമ്മത്തിൽ പ്രചരണാർത്ഥമാണ് ഈ സമിതി ഈ പ്രഭാഷണ പരമ്പര ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ സംഘാടക സമിതിക്ക് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഇവിടെ 3 ദിവസമായി തുടരുന്ന ഈ ഒരു പ്രഭാഷണങ്ങള് ഈ ഒരു ദിവസത്തെ വ്യത്യസ്തമായി കാണേണ്ടതില്ല. തുടർച്ചയെന്നോണം രണ്ടാമതി. കാരണം 3 ദിവസമായിട്ട് തുടങ്ങുന്ന ഒരു യജ്ഞത്തിൽ ഭാഗവാക്കായ നമ്മൾ ഓരോരുത്തരും കേട്ടതിന് ശേഷം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സംശയങ്ങളെ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു പദ്ധതി വളരെ വിശേഷമായിട്ട് തോന്നുന്നതാണ്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. പ്രഭാഷണങ്ങളൊക്കെ ധാരാളം കേൾക്കാനുള്ള സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ആയാലും മറ്റു പല വ്യക്തിത്വങ്ങളിൽ നിന്നായാലും അനേകം സാധ്യതകൾ ഇന്ന് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ലഭിക്കാൻ നമുക്കുന്നുണ്ട്. ഒരു കുറവ് നമുക്കങ്ങനെ ഇല്ല. പക്ഷേ ആ കേൾക്കുന്നവ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ജനിക്കുന്ന സംശയങ്ങൾക്ക് യുക്തിയുക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ, നമ്മുടെ ചോദ്യങ്ങൾക്ക് യുക്തിയുക്തമായ ഒരു സമാധാനമരുളാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളത് സനാതന ധർമ്മത്തിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു ന്യൂനതയായി ഈ അടുത്ത കാലത്ത് വരെ നിലനിന്നിരുന്നു. ഇന്ന് പലപ്പോഴും പ്രഭാഷണങ്ങളിൽ അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അവിടെയും ഒരു ഖേദകരമായ ഒരു സംഗതി, അതൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സമൂഹത്തെ അത് പാടില്ല. മറിച്ച് ഇപ്രകാരം ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, ആര് വന്ന് പ്രഭാഷണം പറയട്ടെ പറയാതിരിക്കട്ടെ, നമ്മളെ അറിയുന്നവരോട് ചോദിച്ച് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ യുക്തിയുക്തത എന്താണ്, യുക്തിഭദ്രത എന്താണ്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ശക്തമായ സ്വരത്തിൽ, ശക്തമായ ഭാവത്തിൽ അതിനുള്ളൊരു ഭാവം നമുക്കുണ്ടായ സംശയമൊന്നുമില്ല, സനാതന ധർമ്മത്തിൽ ഇന്ന് നടമാടുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമ്മളുടെ ഭ്രമിച്ചു പോകലില്ലാതാവും. പലതും കേട്ട് ഭ്രമിച്ചിരുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. സംശയാത്മാ വിനശ്യതി, സംശയാത്മാവ് നശിച്ചു പോകുന്നു എന്നാ പറയാം. സംശയം കൊണ്ട് നടക്കരുത്.
അപ്പൊ ചോദ്യം ഇവിടെ ഇപ്പൊ ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരാൻ നിങ്ങൾ കഴിയും? ഒരിക്കലുമില്ല. അറിയുന്നത് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് അറിഞ്ഞേ പറ്റൂ. അത് ചോദിക്കുന്ന ആൾക്ക് അത് അനിവാര്യമാണെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അതിന്റെ അർത്ഥം വിളക്കിൽ എത്ര ബലിയിടണം, എത്ര പ്രദക്ഷിണം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല. ഇവിടെ വിഷയം വെച്ചത് വ്രതങ്ങളും അതുപോലെ അതിന്റെ തത്വവും അനുഷ്ഠാനങ്ങളും എന്നാണ്. ചെറിയൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉപയോഗിക്കുകയാണ്. വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ തത്വങ്ങളും എന്നാവട്ടെ. ചെറിയൊരു വ്യത്യാസം. ഒന്നുകൂടി സുഖമുണ്ട്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് യാതൊരു സംശയവുമില്ല, സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നലെയും മിഞ്ഞാന്നും നടന്നത് എന്താ നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഏകദേശം ഊഹിക്കുകയും ചെയ്യാം. ആര് പറഞ്ഞാലും ഏത് വ്യക്തി പറഞ്ഞാലും ഒരു ശാസ്ത്രമാണ് പറയുന്നതെങ്കിലും ഒരു പ്രമാണമാണുള്ളതെങ്കിലും പറയുന്ന ശൈലിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് കേൾക്കുന്ന ആളുകളിൽ ചില അങ്കലാപ്പൊക്കെ ഉണ്ടായി എന്നും വരാം. അത് വ്യക്തത വരുത്തേണ്ടത് ആരുടെ കർത്തവ്യമാണ്? കേൾക്കുന്നവരുടേതാണ്. അതൊരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, അല്പസമയം അങ്ങനെയുള്ള സംശയങ്ങളെ ഈ 3 ദിവസത്തെയും ഇന്നത്തെ മാത്രമാക്കി എടുക്കണ്ട. ആ 3 ദിവസത്തെയും അതിലുണ്ടായിരിക്കുന്ന സംശയങ്ങളെ ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. എഴുതി തന്നാൽ വേറൊരു ഗുണവും കൂടിയുണ്ട്. കാരണം ഈ ചോദ്യത്തിന് നമുക്ക് അറിയാത്തതാണെങ്കിൽ അറിയുന്നവരോടത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ആ സംശയം അതോടുകൂടി തീരുമല്ലോ. ഇങ്ങനെയൊരു സൗകര്യം അതുകൊണ്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. 3 ദിവസത്തെ സമാപനമായത് കൊണ്ടും കൂടിയാണ്. കാരണം വെച്ചാൽ 3 ദിവസം തുടർന്ന് വരുന്നതാണ്. ഒരു ദിവസത്തെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അത് പിന്നെ ഇവിടെ സംഘാടകർ അതിനെക്കുറിച്ച് പ്രത്യേകം ഊന്നി പറയുകയും ഇപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പ് സംസാരിച്ച മാഷ് വക അത് ഒന്നുകൂടി പറയുകയും അതിനെ കാര്യങ്ങളെ കുറിച്ച് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രസക്തമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മുടെ വിഷയം വ്രതങ്ങൾ എന്നാണ്. ആദ്യത്തത് വ്രതം എന്ന് പറയുമ്പോൾ തന്നെ ഉറഞ്ഞ് വരണേ എന്നുള്ള ധാത്വ അർത്ഥാനുസരണമാണ് വ്രതം എന്നുള്ള പദം ഉണ്ടായത്. ഉറഞ്ഞ് വരണേ, വരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് വ്രതശബ്ദത്തിനർത്ഥം. വരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സംസ്കൃതത്തില് ഓരോ ധാതുവിനും അനേകം പദങ്ങൾ നിഷ്പന്നമാകും. തോന്നിയ പോലെ ഒരു പദവും ഉണ്ടായിട്ടില്ല. ഒരു പദവും ഉണ്ടായിട്ടില്ല. അത്രയും സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ട് തന്നെ ഈ വ്രതം എന്ന ശബ്ദം ഇന്നും ഇന്നലെയും പറയപ്പെട്ടതല്ല. അനാദിയായ ആചാര്യന്മാര് ഈ വ്രതം എന്നുള്ള വാക്കിനെ ചുറ്റിപ്പറ്റി അതിനെ മുൻനിർത്തിക്കൊണ്ട് അനേകം ആചരണങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആചരണങ്ങളെല്ലാം നമ്മളാൽ സ്വീകരിക്കപ്പെടുന്നതാണ് അഥവാ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അർത്ഥം മനസ്സിലാക്കണം. ആരും നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല ഒരു വ്രതവും. ഉദാഹരണം പറഞ്ഞാല് ശബരിമല വ്രതാനുഷ്ഠാനമൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കൊല്ലം പോയി ഇക്കൊല്ലം പോയിട്ടില്ലെങ്കിൽ അയ്യപ്പനൊക്കെ കോപിക്കുവോ എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണ് പലരുടെയും വ്രതാനുഷ്ഠാനങ്ങൾ. അതിലും വലിയ കഷ്ടം
വ്രതം കഴിഞ്ഞ് വ്രതം മുറിക്കലിന്റെ പ്രക്രിയയാണ്. അത് മാഹി തലശ്ശേരി ഭാഗത്തു കൂടെയൊക്കെ ആണെങ്കിൽ വ്രതം മുറിക്കാൻ തന്നെ വിദേശ മദ്യ ഷോപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി വാഹനം ഓരത്ത് കൊണ്ടുപോയി നിർത്തും. വ്രതം തുടങ്ങുന്നതിലധികം വ്യഗ്രതയാണ് അത് മുറിക്കാൻ. ഈ കാട്ടിക്കൂട്ടലുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഓട്ട് കമ്പനി പോലെ പുകവലിച്ചുകൊണ്ട് നടക്കുന്ന സ്വാമിമാരെ ധാരാളം കാണാം. പദം ശ്രദ്ധിക്കണേ. സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ, സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി. എന്തിന്റെ യജമാനൻ? കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, വാക്ക്, പാണി, പാദം, കായു, ഉപസ്ഥം ഇവ കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക, എടുക്കുക, നടക്കുക, വിസർജിക്കുക എന്നീ വിഷയങ്ങളിലേക്ക് പ്ലസ് മനസ്സ്, അധ്യക്ഷനായ മനസ്സ്, സങ്കല്പിക്കാൻ പോകും സങ്കല്പ വികല്പാത്മകമായ മനസ്സ്, നിശ്ചയാത്മികയായ ബുദ്ധി, ഇതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണോ അയാളാണ് സ്വാമി. ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കും പോലെ വിഷയങ്ങളിലേക്ക് തോന്നിയോണം കയറൂരി വിടുന്ന ഒരാളെ സ്വാമി എന്ന് വിളിച്ചുകൂടാ. മാലയിട്ട അന്ന് മുതൽക്ക് തന്നെ പലരും ചെയ്യുന്ന പ്രക്രിയയുണ്ട്. അന്ന് മുതൽക്ക് സഞ്ചരിക്കുന്ന ഓട്ട് കമ്പനി പോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അഗ്നിക്രിയ എന്നുള്ളത്, അഗ്നിയിലേക്ക് അഭിസർപ്പിക്കുക, അഗ്നിക്രിയ ഹോമം എന്നുള്ളത് വളരെ പരിപാവനമായി സനാതന ധർമ്മത്തിൽ പറയപ്പെട്ടതാണ്. ആ ഹോമത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു പദ്ധതിയാണ് പിൽക്കാലത്ത് ചുരുങ്ങി വന്ന സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുക എന്നുള്ളത്. സന്ധ്യാസമയത്ത് വീട്ടിലൊരു ദീപം കൊളുത്തുക എന്നുള്ളത് ആ ഹോമത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു പതിപ്പാണ്. ആ ദീപം കൊളുത്തിക്കഴിഞ്ഞ് അവിടെ നാമം ചൊല്ലുക എന്നുള്ളത് ആ ഹോമങ്ങൾ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മന്ത്രധ്വനി പോലെ പരിപാവനമാണ്, പവിത്രമാണ്, അവിടെ ശാന്തിയെ ഉണ്ടാക്കുന്നതാണ്. ആ അഗ്നിക്രിയ ഇന്ന് പലപ്പോഴും വ്രതത്തിന്റെ പേരിൽ എവിടെ വയ്ക്കുന്നത്? വ്രതം എന്ന പേരിൽ അത് ചുണ്ടിൽ വെച്ച് വലിച്ചു ഊതുകയാണ്. അതുപോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളെ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയാൾ വലിയ ഗുരുസ്വാമിയായിട്ടൊക്കെ പറയുന്നത്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷമല്ല, അതിനു മുമ്പത്തെ വർഷം ഓരോര് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ 300 ചില്ലാനം ആളുകൾ മാലയിട്ടിട്ടുണ്ട്. ആ വർഷം വൃശ്ചിക മാസം 1-ാം തീയതിയാണ് സംഭവം. മാലയിട്ട് കഴിഞ്ഞ് വടക്ക് വശത്തുള്ള പ്രവേശന കവാടത്തിന്റെ അവിടെ മാലയിട്ട് ഏതാനും നിമിഷമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഒരു 3 പേര് ഇരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ നിൽക്കുകയാണ്. ഈ 3 പേരുണ്ടല്ലോ, 3 പേരും വലിച്ചു ഊതുകയാണ്. ചുറ്റുവറ നിൽക്കുന്നവരും ചിലര് പൊടി വലിക്കുന്നു, ചിലര് പുകവലിക്കുന്നു, ചിലര് തമാശ പറഞ്ഞു ചിരിക്കുന്നു. മാലിട്ട് ഏതാനും നിമിഷം കഴിഞ്ഞേ ഉള്ളൂ. ഈ ഇരിക്കുന്നവരാരെന്ന് അന്വേഷിച്ചപ്പോ അവർ ഗുരുസ്വാമിമാരാണെന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ഗുരുസ്വാമിമാരൊക്കെ അറിയാം എന്ത് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ മറ്റുള്ളവരെന്താണോ ചെയ്യുന്നത് അത് കണ്ട് ആചരിക്കുന്നു ആര്? ബാക്കിയുള്ളവർ. ഗുരുവിന് അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പണ്ട് പറഞ്ഞു വെച്ചു നമ്മുടെ അല്ലേ ആളുകൾ പൂർവികര് പറഞ്ഞു വെച്ചു. അതൊരു നല്ലൊരു ചൊല്ലാണ്. അപ്പൊ ഗുരു എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ വ്രതാചരണത്തെ ഇത്രത്തോളം ആക്കി തീർക്കുമ്പോ പിന്നെ ബാക്കി ആര് എങ്ങനെ എന്ത് കണ്ട് പഠിക്കണം? ഇങ്ങനെ പോയി ഈ വ്രതങ്ങളിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏകാദശി, തിങ്കളാഴ്ച വ്രതം, ഷഷ്ടി വ്രതം, ഇങ്ങനെ പോയി ഇപ്പൊ അടുത്തതാ ശിവരാത്രി എന്നുള്ളത് നാളെ ആവുകയാണ്. ഇങ്ങനെ ഓരോ വ്രതങ്ങളെ കുറിച്ചും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അല്പസമയത്തിനുള്ളിൽ ചിന്തിക്കാനൊന്നും പറ്റില്ല. പക്ഷെ വ്രതം എന്ന ശബ്ദത്തിന്റെ പൊതുവായ അർത്ഥം വൃഞ്ഞ് വരണ എന്നുള്ള ധാത്വർത്ഥാനുസാരം
നമ്മളാൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്, നമ്മെ നന്നാക്കിയെടുക്കാനുള്ളതാണ്, ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കാനുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഈശ്വരനെ കോപിക്കുകയെന്നോ അല്ലെങ്കിൽ ഈശ്വരന് ഇഷ്ടപ്പെടില്ലാവോ അല്ലെങ്കിൽ പുണ്യം കിട്ടാനോ ഉള്ളതല്ല ഒരു വ്രതങ്ങളും. ആരാണ്ടോ നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല വ്രതം. സ്വയമേവ ഒരു വ്യക്തിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, വ്യക്തിയുടെ മനസ്സ് നന്നാക്കിയെടുക്കാൻ വേണ്ടി നമ്മളാൽ അനുഷ്ഠിക്കപ്പെടേണ്ടതാണത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും കർമ്മശുദ്ധിക്കും കാരണമായതേതോ അതാണ് വ്രതം. ഒന്നുകൂടി പറഞ്ഞാൽ കായ വാക് മന തല മന്ത്ര ശുദ്ധിക്ക് കാരണമായതേതോ അതാണ് ഓരോ വ്രതങ്ങളും. ഇതൊരിക്കലും നമ്മൾ മറന്നുകൂടാ. കായ വാക് മന മന്ത്ര തല ശുദ്ധിക്ക് കാരണമായതേതോ അതാണ് ഓരോ വ്രതങ്ങളും എന്ന് നമ്മൾ മറന്നുകൂടാ. വിസ്തരിക്കാനൊന്നും നമുക്ക് സമയമില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഭാഷണങ്ങളിലൂടെ മാത്രം കാര്യമൊന്നുമില്ല. കാരണം ഉപദേശങ്ങളിലൂടെ അല്ല നമ്മുടെ ആചാര്യന്മാര് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ആചാര്യൻ എന്ന ശബ്ദമുണ്ടായത്. ഗുരു എന്നതിലുപരി നമ്മൾ മനസ്സിലാക്കിയത് ആചാര്യൻ എന്നുള്ളതിന് ആചിനോതി ശാസ്ത്രാണി ഇതി ആചാര്യ, ആചരിക്കുന്നതിലൂടെ മറ്റുള്ളവരെ മുമ്പേ നയിക്കാൻ, നല്ലതിലേക്ക് നയിക്കാൻ കാരണമാകുന്നതേതോ അവരാരോ അവരെയാണ് ആചാര്യൻ എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിച്ചത്. കൊച്ചുകുട്ടി നന്നാവണമെങ്കിൽ ആ കുട്ടിക്ക് ആചാര്യൻ അമ്മയാണ്, അമ്മ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരെ പറഞ്ഞു, ലാളനാത് പഞ്ചവർഷാനി താഠനാത് ദശവർഷാനി. ഇന്ന് ഏകദേശം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ഇതിനനുകൂലമായ ഒന്ന് ചിട്ടപ്പെടുത്തി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണത്. കാരണം ഇപ്പൊ അടുത്ത കാലത്ത് പത്രത്തിൽ വന്നു 6 വയസ്സായിട്ട് കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ പാടുള്ളൂ എന്ന്. ഒരു ഇളവൊക്കെ നൽകിയിട്ടുണ്ട്. ഏത് ഹെഡ് മാസ്റ്റർമാർക്ക് ഒരു 1/2 വയസ്സ് ഒരു ഇളവ് കൊടുത്തുകൊണ്ട്. കാരണം അത് വയസ്സ് ഇപ്പൊ ഇതുവരെ പഠിച്ചതിന് അനുകൂലമായി തീരാൻ ചിലപ്പോൾ അത് വേണ്ടി വരും എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാനുള്ള 6 വയസ്സ് തന്നെ ചേർത്താവുന്ന. ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെ LKG UKG, അതായത് അരുൺ ഉദയ എന്നുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് ഉള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഈ പത്രത്തിൽ വന്ന റിപ്പോർട്ടിന് അനുസൃതമായിട്ട് അവിടെ ബോർഡ് വെച്ചത് കണ്ടു. LKGയിൽ ചേർത്തണമെങ്കിൽ കുട്ടിക്ക് 4 വയസ്സ് തികഞ്ഞിരിക്കണം. വളരെ സന്തോഷം തോന്നി ഇത് കേട്ടപ്പോ. അപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരികയാണോ? നമ്മളുടെ സനാതന ധർമ്മത്തിലുള്ള ആചരണങ്ങൾക്ക് അനുകൂലമായി വരികയാണോ? വിദ്യാഭ്യാസ വിചക്ഷണരെന്ന് പറയുന്നവർ തന്നെ, ഇതിന് പുറംതിരിഞ്ഞിരുന്നവർ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവ്വ ആചാര്യന്മാരിത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി വരികയാണോ എന്നൊക്കെ തോന്നിപ്പോയി ഈ ബോർഡ് കണ്ട സമയത്ത്. പറയാൻ കാരണം 4 വയസ്സ് എന്ന് പറയുന്നത് കുട്ടിക്ക് നട്ടഭ്രാന്ത് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛൻ കുട്ടിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടി ചോദിക്കും, അതെന്ത്. പലപ്പോഴും അച്ഛന് ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് യുക്തിയുക്തമായ സമാധാനം അരുളാൻ കഴിയാതാവുമ്പോ ചിലപ്പോ അച്ഛൻ കുട്ടിയുടെ ചെവി പിടിച്ചു, അല്ലെങ്കിൽ മിണ്ടരുത്, ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ മരക്കുറ്റിയെ കണ്ട് പ്രേതമാണെന്നൊക്കെ പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങളെ അവന് ഒരു ഭീരുവാക്കി തീർക്കാൻ ഉത്തരവാദി അച്ഛനായിരുന്നു. അല്ലെങ്കിൽ അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അരണ്ട വെളിച്ചത്തിൽ കണ്ട വാഴയുടെ ഇലയോ കണ്ട് അവനെ തൽക്കാലം അവന്റെ കരച്ചിൽ മാറ്റാൻ, അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി അമ്മ ആ ഭക്ഷണത്തിനൊപ്പം അവനെ ഒരു ഭയത്തിന്റെ വിത്ത് പോലും ഇട്ടുകൊടുക്കുമായിരുന്നു. ഇങ്ങനെ അവൻ ജീവിതകാലം മുഴുവൻ ഈ ഭയം എന്നുള്ള വൈറസിന് അടിമയായി പോകുന്നു, അവനൊരു ഭീരുവായി തീരുന്നു. ഇങ്ങനെ ക്രമികമായി വളർന്നു വന്ന് ആറ്റി കുറുക്കിയാൽ എന്തേ കിട്ടൂ? പേടി എന്നുള്ളത് മാത്രം. ഭയം എന്നുള്ള 2 അക്ഷരത്തിൽ അവൻ ഒതുങ്ങിപ്പോകുന്നു. എല്ലാറ്റിനും ഭയം. എന്നാൽ വേണ്ടാധീനങ്ങൾ ചെയ്യാൻ അവൻ ഒരിക്കലും ഒരു ഭയവുമില്ല. നല്ലത് എന്തെങ്കിലും ചെയ്യാൻ തുറക്കുമ്പോഴേക്ക് ഭയമായി.
ഒരു നാമം ജപിക്കാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി പറയാ, ഇന്ന് നാമം ജപിച്ച് നാളെ അത് മുടങ്ങിപ്പോയാലോ. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് ചെയ്യാൻ പോണത്, അമ്പലത്തിലേക്ക് പോകണം, അപ്പോഴേക്ക് പോയിട്ടാലോ. ഇങ്ങനെ പല പ്രശ്നങ്ങള്. നിരന്തരം വിളി വരിക, ഫോണിലേക്ക് വിളി വരുന്നു. കൃത്യമാസൊക്കെ എടുത്ത സമയത്ത് ഈ പുലയും വാലായ്മയ്ക്കും പരിഹരിക്കുകയായിരുന്നു പണി മുഴുവൻ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്ക് അതിലൊരുപാട് ചോദ്യങ്ങൾ വരികയായി, അതിലൊരുപാട് സംശയങ്ങളായി. വീട്ടിലൊരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്ക് ഓടുകയായി ജ്യോത്സ്യന്റെ അടുത്തേക്ക്. ജ്യോത്സ്യൻ അപ്പൊ നമ്മളെ പറഞ്ഞു തരും എന്തെങ്കിലും ഒരു അന്ധവിശ്വാസം അനാചാരമായിട്ട് നമുക്ക് പറഞ്ഞു തരും. കാരണം അയാളുടെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ അയാൾക്ക് നിലനിൽപ്പില്ലല്ലോ. അല്ലെങ്കിൽ പിതൃകർമ്മത്തിന്റെ പേരിൽ ഒരാൾ ചെന്ന് ചോദിച്ച് തിരുനെല്ലി ക്ഷേത്രത്തില് പൂജ ചെയ്യുന്ന നമ്പൂതിരിയോട് അയാളെ വേഗം പറഞ്ഞു കൊടുത്തു, അതെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്താലുണ്ടല്ലോ ഇനി മേലിൽ ജീവിതത്തിൽ ചെയ്യേ വേണ്ട, തിരുനെല്ലി കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി. അത് പ്രമാണമാണ് കേൾക്കുന്നത്. കാരണം ഇയാൾ എന്ത് പ്രമാണം പഠിച്ചു, എന്ത് പ്രമേയാണ് അയാൾക്കുള്ളത്? പ്രമാണം പറഞ്ഞാൽ യഥാർത്ഥമായ ബുദ്ധി. മറിച്ച് അയാൾക്ക് അയാളുടെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്ത് ഓതി കൊടുത്തത് മാത്രമേ അയാൾക്ക് അറിയൂ. എന്നാ വെള്ളം എന്നാ വേണം എന്നോ കരിങ്കല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാളുടെ ചെന്നാൽ അയാൾ നമ്മളെ വെറുതെ വിടില്ല. കാരണം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ, പിന്നെ അയാൾ ആരെങ്കിലും വരുമോ? അപ്പൊ തനിക്ക് അറിയാത്ത മേഖലയിൽ പോലും താൻ കൈകടത്തുന്ന സമയത്ത് നമ്മൾ എന്താവുന്നു? സനാതനധർമ്മ ആചരണങ്ങള് അത് പ്രമാണം എന്നോണം കേൾക്കുന്നവർ സ്വീകരിക്കുന്ന സമയത്ത്, കേട്ടതും കണ്ടതും എല്ലാം സ്വീകരിക്കുന്ന സമയത്ത് നമ്മള് അനാചാരങ്ങളും ദുരാചാരങ്ങളുമായി അത് അധപ്പതിക്കുന്നു. ഇതിനെന്താണ് വഴി? ഒറ്റ വഴിയെ ആചാര്യന്മാര് പറഞ്ഞുള്ളൂ. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതോ. എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ നമുക്ക് പ്രമാണം ശാസ്ത്രമാവട്ടെ. അപ്പോഴാ ചോദ്യം, നമുക്കൊരു ശാസ്ത്രമുണ്ടോ? എന്താണ് ആ ശാസ്ത്രം? സനാതന ധർമ്മശാസ്ത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രമാണം ഏതാണ്? 2 ദിവസം മുമ്പ് അട്ടപ്പാടി ഊരുകളിൽ പോയപ്പോ സമയത്ത് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാ. ചെന്ന സമയത്ത് ഡിഗ്രി കഴിഞ്ഞ പല കുട്ടികളും ഇന്നുണ്ട്, ചെറുപ്പക്കാരുണ്ട് അവിടെ. അവരോട് ചോദിച്ചു, ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഖുർആനാണ്. ക്രിസ്തു മതത്തിൻ്റെതും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് വളരെ വിചിത്രമാണ്, എവിടെയും കേൾക്കാത്തത്. പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് രാമായണമാണ്, ഗീതയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ മനുസ്മൃതിയാണല്ല. ഒരു കുട്ടി എണീറ്റെന്ന് പറയുക മനുസ്മൃതിയാണ്. കാരണം ശ്രുതി എന്താണ്, ശ്രുതി എന്താണെന്ന് പോലും വ്യവച്ഛേദിക്കാൻ കഴിയാതെയാണ് അവൻ പഠിച്ചു വന്നത്. അവൻ സനാതന ധർമ്മത്തെ കുറിച്ച് നിരന്തരം അവിടെ ക്ലാസ് എടുക്കുന്ന ആളും കൂടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലരോടും ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു രാമായണമാണ്, ഭഗവത്ഗീതയാണെന്നൊക്കെ പറഞ്ഞു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദം എന്നുള്ള 2 അക്ഷരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളത് പ്രമാണമായി സ്വീകരിക്കും? രാമായണത്തിൽ പറയുന്നില്ലെന്നില്ല. രാമായണം ധർമ്മം എന്നുള്ള ഒരു വേദവാക്യത്തെ വിസ്തരിക്കാൻ വേണ്ടിയാണ് രാമായണം പ്രവൃത്തമായത്. മനുസ്മൃതി എന്നുള്ളത് കാലദേശ വ്യക്തികൾക്ക് അനുസൃതമായി മാറ്റേണ്ടവയാണ്. എല്ലാം മാറ്റണമെന്ന് പറഞ്ഞില്ല, എല്ലാം സ്വീകാര്യമല്ല. അതുകൊണ്ടാണല്ലോ സ്മൃതി എന്ന് പേരിട്ട് വിളിച്ചത്. മറ്റൊന്ന്, മനുസ്മൃതി മനുവിന്റെ കാലത്ത് മനുസ്മൃതി എഴുതിയെങ്കിൽ യാജ്ഞവൽക്യന്റെ കാലത്ത് യാജ്ഞവൽക്യ സ്മൃതിയും പരാശരന്റെ കാലത്ത് പരാശര സ്മൃതിയും അനേക സ്മൃതികൾ ഉണ്ടായിരുന്നു. സ്മൃതികൾ കാലദേശങ്ങൾക്കനുസരിച്ച് മാറേണ്ടവയാണ്, മാറ്റേണ്ടവയാണെന്ന് അതുകൊണ്ട് അർത്ഥം വരുന്നു. നമ്മെ ഭരിക്കാൻ വേണ്ടി നമ്മളാൽ എഴുതപ്പെട്ട നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ് ഏത്? സ്മൃതി എന്നുള്ളത്. എന്നാൽ ശ്രുതിയിൽ മാറ്റം വരില്ല. ശ്രുതി എന്നുള്ളത് മാറ്റം വരുത്തേണ്ടാത്തതായ യാതൊരു മൂല്യങ്ങളുടെ ആകത്തുകയുണ്ടോ അതിന്റെ പേരാണ് ശ്രുതി. ഈ ശ്രുതിയാണ് വേദം. ആ വേദ പ്രമാണങ്ങൾക്ക് അനുസൃതമായി ചിന്തിച്ചാൽ അവിടെ ഓരോന്നും യുക്തിയുക്തമാണ്. വെറുതെ ഒരു വാക്കുപോലും നമ്മുടെ പൂർവാചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടില്ല.
ഈ ശ്രുതിയെ വാരി വിതറാനാണ് വിവേകാനന്ദ സ്വാമികൾ മുതലായ ആചാര്യന്മാരെ നമ്മോട് ഉദ്ബോധിപ്പിച്ചത്. ഉപനിഷത്ത് തത്വങ്ങളെ ജനമധ്യത്തിലേക്ക് വാരി വിതറൂ, വേണ്ടവർ പഠിക്കട്ടെ, അദ്ദേഹം ആഹ്വാനം ചെയ്തു. പക്ഷെ ഇപ്പോഴും ഇതിഹാസ പുരാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നവരും ഇതിഹാസ പുരാണങ്ങളെ തീർത്തും കച്ചവട മനസ്ഥിതിയോടുകൂടി മാത്രം വേദത്തെ വിൽക്കാൻ വേണ്ടി വേദവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരെയാണ് ധാരാളം കാണുന്നത്. വളരെ ദുർലഭം മാത്രമാണ് വേദപ്രമാണങ്ങളെ ജനമധ്യത്തിലേക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തി. ഏതായാലും മഹാഭാഗ്യം എന്ന ഒരു സന്ദർഭോചിതമായി പറയട്ടെ, ഇന്ന് ശ്രുതി എന്ന് പറയുമ്പോൾ വേദതത്വങ്ങളെ കറകളഞ്ഞ യാതൊരു മാലിന്യവുമില്ലാതെ കാലദേശങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടാത്തതായ മൂല്യങ്ങളുടെ സാരസംഗ്രഹത്തെ, അതാണ് ഉപനിഷത്തുകൾ, വേദാന്തം എന്ന് പറയുന്നത്. ആ ഉപനിഷത്ത് പഠിച്ചിട്ട് മതി നമ്മൾക്ക് ഇതിഹാസ പുരാണങ്ങളെയൊക്കെ പഠിക്കുക. ഇതിഹാസ പുരാണാഭ്യാം വേദം സർവബന്ധേത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപസംഹരണം ചെയ്താലും വിസ്തരിച്ചാലും നമ്മളെന്ത് ചെയ്തു? കഥകൾ മാത്രം സ്വീകരിച്ച് തത്വത്തെ തള്ളിക്കളഞ്ഞു. അപ്പൊ ആദ്യം വേണ്ടത് ഏതാണ്? അടിസ്ഥാന ശിലകളെ പഠിക്കുകയാണ്. ആ പഠിക്കാത്തൊരു കുറവ് നമുക്ക് വന്നുപോയി. ഭാഗവതം വായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സപ്താഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ, രാമായണം വായിക്കണമെങ്കിൽ, അതിന്റെ ആചരണങ്ങൾ ചെയ്യണമെങ്കിൽ ഒപ്പത്തിനൊപ്പം ആദ്യമായിട്ട് വേണ്ടത് ശ്രുതിയെ നമ്മുടെ ഉള്ളിൽ അല്പസ്വല്പമെങ്കിലും അത് ആസ്വദിക്കണം, അത് നുകരണം. അതിനുള്ള സന്ദർഭം ഒരു കാലത്ത് കൽക്കത്തയിലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ ഋഷികേശിലോ ഒക്കെ പോകേണ്ടിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ ധാരാളം ലഭിക്കുന്നുണ്ട്. അതിന് സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. അതിന് ഏറ്റവും വലിയ സാഹചര്യം ഇവിടെ അധികം ദൂരമൊന്നുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സനാതന ധർമ്മത്തെ പ്രവർത്തിക്കുന്നുണ്ട്. അത് മറക്കരുത് ഒരിക്കലും. എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ് നടക്കുന്നുണ്ട്. ശ്രുതിയാണ് അവിടെ വിഷയം, സ്മൃതിയല്ല. 1 മണിക്കൂറേ ക്ലാസ് ഇന്ന് നമ്മുടെ ഇടയിൽ ഇങ്ങോട്ട് വരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉപനിഷത്ത് ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നു. പുസ്തകങ്ങൾ അനേകം കിട്ടാനുണ്ട്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും അതുണ്ട്. അതിൽ ശ്രുതിയെ മാത്രം എഡിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയണം. സ്മൃതികളെ പിന്നെ പഠിച്ചാൽ മതി. അത് ഉപയോഗിച്ചാൽ മാത്രം മതി. എല്ലാ ചൊവ്വാഴ്ചയും 5 മണി മുതൽ 6:15 വരെ, 5:15 ആവുമ്പോഴൊക്കെ തുടങ്ങാം. ഇതിൽ 1 മണിക്കൂറേ ഉള്ളൂ. ഒന്ന് പോയി നോക്കുക. എന്നിട്ട് അല്പം കിട്ടുന്നുള്ളൂ. ഉറപ്പാണ് നമ്മുടെ ഇന്നത്തെ ഈ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒരു പരിധി വരെ കുറച്ച് കേട്ടാലും നമുക്ക് മാറ്റാൻ കഴിയും, ഉറപ്പിക്കാൻ കഴിയും. സംശയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സംശയം എവിടെയുണ്ടോ അവിടെ ശാന്തി ഉണ്ടാവില്ല, അവിടെ സമാധാനം ഉണ്ടാവില്ല. സംശയം ഇല്ലാതെ കുറച്ചേ പഠിക്കുന്നുള്ളൂ എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ശാന്തിയും സമാധാനവും നമ്മുടെ വാക്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലും യാതൊരു സംശയമില്ല പ്രതിഫലിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും. കരുത്തുറ്റവരായി നമ്മൾ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് വ്രതം എന്നുള്ളതിന് പൊതുവായ ശബ്ദം, ഒരു ആഹ്വാനം, ഒരു സന്ദേശമായിട്ട് നമുക്ക് നൽകാൻ പറ്റും. അപ്പോൾ വ്രതം എന്ന് പറയുമ്പോൾ അത് നമ്മളാൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ഓരോ വ്രതങ്ങളും. അത് ഏത് വ്രതങ്ങളോ ആയിക്കോട്ടെ, ചിലതൊക്കെ എടുത്തു പറയാം. ഒന്ന് ഏകാദശി. ഏകാദശി എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും യുക്തിയുക്തമായൊരു നിർവചനമുണ്ട്. ഏകാദശ്യായാം ഭോജനദ്വയം ദിനേ ഹരികീർത്തനം രാത്രൗ ജാഗരിതം ച. പക്ഷെ ഇന്ന് അതൊരു തീർത്തും ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് നമ്മുടെ ആചരണം പോകുന്നത്. ഏകാദശിക്ക് കുറെ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെ, അന്നാണ് ഏറ്റവും കുശാലമായ ഭക്ഷണം. ഇതിനെ നിർവചനം ചിന്തിച്ചാൽ അത് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ഇത് പറയാൻ പുറപ്പെടുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലും അന്ന് നല്ല പുഴുക്കടിയായിരിക്കും. ജീവിതത്തിലോട്ട് പുഴുക്കടി തീരുന്നില്ല പറഞ്ഞ മനസ്സിലായി. കാരണം ആ പറഞ്ഞ ആചരണങ്ങളെ ശുദ്ധമായ ഭാവത്തോടുകൂടി ആദർശ ശുദ്ധിയോടുകൂടി പാലിക്കുന്നവരിന്നില്ല. ഇപ്പൊ ഏകാദശിക്ക് ഭോ അല്ലയോ ജനാഹ ജനങ്ങളെ ദ്വയം കർത്തവ്യം, 2 കർത്തവ്യങ്ങളുണ്ട്. ഏതാ? ദിനേ പകൽ ഹരികീർത്തനം, ഈശ്വരനാമങ്ങളെ ജപിക്കുക. രാത്രൗ
രാത്രിയിൽ ജാഗരിതം ച ഉറക്കമൊഴിക്കലും. അവിടെ ച എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിക്കലും ഉറക്കമൊഴിക്കലും എന്നാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ചെയ്തിട്ട് ഉറക്കൊഴിക്കുക, അല്ലാതെ സീരിയല് കണ്ടിട്ടോ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടോ അല്ല. പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കണം. നാളെ ആപദ്ധർമ്മം എന്നോണം നാളെ എണീറ്റ് നടക്കാൻ വയ്യാത്ത ആളുകളാണെങ്കിൽ നീരാഹാരമാവാം, നിരാഹാരം വേണ്ട. നീരാഹാരത്തിൽ കരിക്കിൻ വെള്ളമാണ് ഏറ്റവും നല്ലത്. എന്നാലും അതിലൊന്നും പുഴുക്കടിക്കുന്ന പരിപാടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഏകാദശേന്ദ്രിയങ്ങളെ ഉൾവലിക്കലാണ് ഏകാദശി. ഏകാദശേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? നേരത്തെ പറഞ്ഞു. ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം പ്ലസ് മനസ്സും. 11 ഇന്ദ്രിയങ്ങള്. മനസ്സിനെ 11ാം ഇന്ദ്രിയമായിട്ട് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 11 ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കലാണ് ഏകാദശി എങ്കിൽ ഇതാണ് പാലിക്കേണ്ടത്. എന്ത്? എത്ര ഏകാദശിയുണ്ട്? 10 ദിവസം തോന്നിയോണം ഭക്ഷണം അടിച്ചു കയറ്റുന്നവനോട് നമ്മുടെ പൂർവാചാര്യന്മാര് പറഞ്ഞു 11ാമത്തെ ദിവസം ഏകാദശി അനുഷ്ഠിക്കൂ. അപ്പൊ ഒരു മാസത്തിലെ 2 ഏകാദശികളും വരും. ഇനി ആ ഏകാദശികളിൽ ചില അപാകതകളൊക്കെ സംഭവിച്ചു പോകാം. മനുഷ്യനല്ലേ, പരിമിതികളുണ്ടല്ലോ. അതിനൊന്നുകൂടി വിശേഷേണ പുനഃസ്ഥാപിക്കാൻ വേണ്ടി വർഷത്തിൽ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന പല വിശേഷ അവസരങ്ങളും വരുന്നുണ്ട്. അത് ഒന്നുകൂടി പുതുക്കി ശുദ്ധമായ ഭാവത്തിൽ അതിനെ സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. ചിന്തിക്കുക, വിസ്തരിക്കാൻ നമുക്ക് സമയമില്ല. ഇതാണ് ഏകാദശിന്റെ സ്ഥിതി. ഏത് വ്രതത്തിനും ഈ ഇന്ദ്രിയ നിയന്ത്രണമാണ് മുഖ്യം. ഇതാണ് വ്രതം. ശിവരാത്രിക്ക് എന്താ പണി? നാളെ ശിവരാത്രിയാണ് അല്ലേ? നാളെ ശിവരാത്രി. എന്താ ശിവരാത്രിക്ക് പണി? ഉറക്കൊഴിക്കണം. അത് നമുക്കറിയാം. എന്തിനു ഉറക്കൊഴിക്കണം? എന്തിന് എങ്ങനെ എന്നില്ലാതെ ഒരു വാക്ക് പോലും നമ്മുടെ പൂർവാചാര്യന്മാർ നമ്മോട് പറഞ്ഞിട്ടില്ല. ശിവപുരാണത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കഥകളെയും നമുക്ക് കാണാം. പക്ഷെ കഥകളുടെ തത്വമുണ്ട്. അധികമൊന്നും ചിന്തിക്കുന്നില്ല. ചില കഥകൾ ഒന്നെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മാരകമായ ലോകത്തിന് മുഴുവൻ ഹാനി വരുത്തി വയ്ക്കുന്ന കാളകൂട വിഷം വമിച്ച സമയത്ത് അമൃതും അതുപോലെ ലോകത്തിന് ഉപകാരപ്രദമായ പല വസ്തുക്കളും പാലാഴി ഇറങ്ങപ്പോ കൊണ്ടുവന്നപ്പോ അതെടുത്തു കൊണ്ടുപോകാൻ ദേവന്മാരും അസുരന്മാരും മത്സരിക്കുകയായിരുന്നു. അതേ സമയത്ത് ലോകരെ മുഴുവൻ നശിപ്പിക്കുന്ന മാരകമായ ഈ വിഷം വമിച്ചപ്പോ അത് സ്വീകരിക്കാൻ ഒരു ദേവന്മാരോ ഒരു അസുരന്മാരോ മുന്നോട്ട് വന്നില്ല. ആ സമയത്താണ് ശിവൻ ആ വിഷത്തെ തന്റെ കൈക്കുമ്പിളിൽ സ്വീകരിച്ച് അത് പാനം ചെയ്യുന്നത്. എന്തിനായിക്കൊണ്ട്? ലോകത്തിന്റെ നന്മയ്ക്കായിക്കൊണ്ട്. അങ്ങനെ ശിവൻ നീലകണ്ഠനായി മാറി. നീലകണ്ഠൻ അതൊരു അലങ്കാരമായി മാറി. ഒരു പേരില് അത് വളരെ ശോഭിക്കുന്ന പേരായി ശിവനെ ശോഭിച്ചു എല്ലാ കാലത്തേക്കും. നീലകണ്ഠന് ആ കണ്ഠത്തിലുള്ള നീല കളറ് ഏറ്റവും വലിയ ശോഭിക്കുന്ന ഒരു കളറായി മാറി എന്ന് പറയുമ്പോൾ അത് പ്രതീകത്തിന് മാത്രമല്ല, അത് അർത്ഥവ്യാപ്തിയിലും വളരെയധികം ശോഭിക്കുന്നതാണ്. അതെന്താ? നോക്കൂ, ശിവന്റെ രൂപം ഒന്ന് ചിന്തിക്കൂ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപ്പോജ്വലാംഗം പരശമൃതവരാ ഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താത് സുഗമരഗണൈ വ്യാഗ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയഹരം പഞ്ചവക്ത്രം ത്രിനേത്രം എന്ന ഭാവത്തെ ആ മൂന്നാമത്തെ കണ്ണിന്റെ ഭാവം അതുവരെ എത്തിച്ചിട്ട് അതിലാ അർദ്ധനിമീലിത നേത്രനായി ധ്യാനനിഷ്ഠനായിരിക്കുന്ന ശിവന്റെ ബാക്കി ഭാവങ്ങളും കൂടി ചിന്തിക്കൂ. ലലാടത്തിൽ അഗ്നി, അതിനു മുകളിൽ ഗംഗ വെള്ളം, അമൃതകിരണനായ ചന്ദ്രക്കലയെ ധരിച്ചിരിക്കുന്നു, അമൃതത്തെ പ്രദാനം ചെയ്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമൃതകിരണനെ. കണ്ഠത്തിൽ ആരും കാണാതെ 11 ദിവസം 11 രാത്രികൾ 11 പകൽ 11 രാത്രികൾ 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 11 ദിവസം 11 രാത്രികൾ 11 പകൽ 11 രാത്രികൾ
എന്നാൽ അവിടെ വിഷപ്പാടോടുകൂടി അവിടെ കണ്ടത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു വിഷത്തെ ആർക്കും കൊടുക്കാതെ, അത് തന്റെ സ്വകാര്യ സ്വത്തായിട്ട്. തന്റെ ഒരു വാഹനം എന്നുള്ളത് വയസ്സൻ കാള. വയസ്സൻ കാളയുടെ 4 കാലുകൾ പറഞ്ഞതോ സത്യം, ദയ, ശൗചം, തപസ് എന്ന 4 കാലുകൾ. അവരെ ചിന്തിച്ചു നോക്കൂ. തന്റെ ഒരു ഭാര്യയുടെ വാഹനം വ്യാഘ്രമോ അല്ലെങ്കിൽ സിംഹമോ, ഭർത്താവിന്റെ വാഹനത്തെ തരം കിട്ടിയാൽ ഭക്ഷണാക്കും, ചാപ്പിടും. തീർത്തും പരസ്പര വിഭിന്നമായിക്കൊണ്ട് കടിച്ചു കീറുന്ന ജീവികൾ. തന്റെ ഒരു മകന്റെ വാഹനം ഒരു ചുണ്ടനെലിയ, തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതോ ഉഗ്രസർപ്പങ്ങൾ. ഒരു നിമിഷം കണ്ണ് തെറ്റിക്കഴിഞ്ഞ ശ്രദ്ധ പോയാൽ മകനും അച്ഛനും തമ്മിൽ ചണ്ട കൂടേണ്ടി വരും. കാരണം അതിനെ പിടിച്ച് തിന്നുകൊണ്ട് വരും എലീനെ. മറ്റൊരു ഭാഗത്ത് തന്റെ മറ്റൊരു മകൻ പാമ്പിൽ ചവിട്ടി നിൽക്കുന്ന ഒരു മയിലാണ് തന്റെ വാഹനം. അപ്പോ ഉറപ്പാണ് അച്ഛന്റെ കണ്ടത്തിലെ ആഭരണത്തെ തരം കിട്ടിയാൽ അതും ചാപ്പിടും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരസ്പരം വിലക്ഷണമായിരിക്കുന്നതിനെ മുഴുവൻ ഏകീഭവിച്ചുകൊണ്ട്, എന്നിട്ട് ഒരു പൊല്ലാപ്പുമില്ലാതെ ഒരു ഭാര്യയ്ക്ക് അർദ്ധഭാഗം കൊടുത്തു, മറ്റൊരു ഭാര്യയെ തലയിലും കയറ്റി വെച്ചു. ഇതൊക്കെയായിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അർദ്ധനിമീലിത നേത്രനായി അയാൾ ധ്യാനത്തിലാണ്. ശാന്തിയോടുകൂടെ ആ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചിത്രങ്ങള് തന്നെ ഒന്ന് നോക്കൂ. തീർത്തും ശാന്തമായ ഒരു ഭാവം. അതുപോലെ ഇത് നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഒരു സന്ദേശമാണ്. നമ്മുടെ കുടുംബമാണത്. നമ്മുടെ കുടുംബത്തില് നമ്മളോട് പറയും, നാമം ജപിക്കാൻ സമയമില്ല, പ്രശ്നങ്ങളാണ്, കൊല്ലാപ്പാണ്, ഭാര്യ ശല്യം ചെയ്തു, ഭർത്താവ് ശല്യം ചെയ്തു, കുട്ടി ശല്യം ചെയ്തു, വീട്ടിൽ കോലാഹലമാണ്, അവിടെ അത് ചെയ്യണം, ഇവിടെ ഇത് ചെയ്യണം, എനിക്കൊന്ന് ജപിക്കാൻ സമയമില്ല. ശിവന് ഒരു സമയക്കുറവില്ല. പരസ്പരം കടിച്ചു കീറുന്ന തീർത്തും വിലക്ഷണമായിരിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിന്റെ നാഥനായ ശിവൻ യാതൊരു വിഷമമില്ലാതെ നാമം ജപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സന്ദേശമല്ലേ? നമ്മൾ എത്ര പേര് നാമം ജപിക്കാൻ പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മ വരും, എന്ത് എനിക്ക് സമയം വേണ്ടേ, അല്ലെങ്കിൽ കുട്ടികളെ സമ്മതിക്കണ്ടേ, അല്ലെങ്കിൽ അവരത് പറഞ്ഞാൽ കേൾക്കണ്ടേ, അല്ലെങ്കിൽ പ്രാരബ്ധം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയല്ലേ. പ്രാരബ്ധത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ശിവൻ. ലോകത്തിൽ പ്രാരബ്ധം എല്ലാവർക്കുമുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രാരബ്ധക്കാരനാണ് ആര്? ശിവൻ. ഇതൊക്കെ വളരെ കണിശമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു ഭാര്യയിലെ 2 ഭാര്യമായി നോക്കണേ, ഇടയ്ക്ക് ഭാര്യ തെറ്റി പോകുന്നുണ്ട്. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാ കലുഷിതമായ സ്ഥിതിയും ശിവകുടുംബത്തിലുമുണ്ട്, അതിലപ്പുറമുണ്ട്. എന്നിട്ട് പോലും ശിവൻ ധ്യാനിക്കാൻ നമ്മളോട് കാണിച്ചു തരിക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ലടോ എന്നുള്ള സന്ദേശമല്ലേ ശിവനാ നൽകുന്നത്? അല്ലേ? ചിന്തിച്ചു നോക്കൂ. നാമജപം ഇല്ലെങ്കിൽ വീടിന്റെ ഈ പരിതസ്ഥിതിയിൽ നിന്ന് നിനക്ക് ശാന്തി ലഭിക്കില്ല. അതുകൊണ്ട് എന്നെ പോലെ കുറച്ചു നേരം കൊണ്ട് ഇറങ്ങിയിരിക്കൂ, ഒരച്ചടക്കം പാലിക്കൂ. ഇതല്ലേ പറഞ്ഞത്? നിത്യവും തോന്നിയോണം ഭക്ഷണം അടിച്ച് കയറ്റുന്ന നമ്മളോട് വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ ശിവരാത്രി ആഘോഷിക്കുന്ന സമയത്ത് നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് നേരത്തെ എണീറ്റ് ബ്രാഹ്മയാമത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എണീറ്റ് ശിവനാമം ജപിക്കാനുള്ള ദിവസമാണ്. അതെ, ആ ആഹ്വാനം ചെയ്ത, ആ സന്ദേശം നൽകിയ ശിവനെ പകലും രാത്രിയും ശിവന് വേണ്ടി നമ്മൾ ഉണർന്നിരിക്കുക. ശിവൻ ഉറങ്ങട്ടെ. ഏത് ശിവൻ? ആ ശിവനൊക്കെ പറഞ്ഞു മനസ്സിലായല്ലോ. ക്ഷേത്രത്തിലെ ശിവനൊക്കെ ഉറങ്ങട്ടെ. നമ്മളെന്ത് വേണം? നമ്മളിലുള്ള ശിവൻ ഉണരട്ടെ. ഒരിക്കലും ഉറങ്ങരുത്. കാരണം നമ്മളെ എന്നെന്നും നമ്മുടെ ഹൃദയമിടിപ്പ് പോലും അളന്നുകൊണ്ട് ECG എടുത്തുകൊണ്ട്, അല്ലേ, അല്ലെങ്കിൽ EG എടുത്തുകൊണ്ട്, അങ്ങനെയൊക്കെ രണ്ടും ഉണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ ECG, ഇവിടെയാണെങ്കിൽ EG എന്നൊക്കെ പറയുമല്ലോ, അല്ലേ? നമ്മുടെ ഓരോ മിടിപ്പും അളന്നുകൊണ്ട് ഉറക്കത്തിൽ പോലും ആ മിടിപ്പിന് ചെറിയൊരു വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ
പിന്നെ എണീക്കലുണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ പോലും അതിന്റെ ഗ്രാഫ് ശരിയാക്കി എടുത്തുകൊണ്ട് ആ ഹൃദയമെടുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ന്യൂനതയും ഒരാധിക്യവും വരാതെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ആ മംഗള സ്വരൂപന് വേണ്ടി ഒരു ദിവസം ഓർമ്മിക്കാൻ. ആ ദിവസമാണ് നാളെ. മറക്കില്ലെന്ന് വിചാരിക്കണം. ശവോഹം ജപിക്കാനാണ്, ശിവോഹം ജപിക്കാൻ. അഹം ശിവം പഞ്ചാക്ഷരി മന്ത്രത്തെ ജപിക്കാനുള്ള. എന്താ ശിവോഹം? നമ്മൾ ഞാൻ ശിവനാണ്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ ജപിച്ചത്? ഞാൻ ശവമാണ്. പറഞ്ഞില്ലെങ്കിലും അതാ ഭാവം അല്ലേ? ഇപ്പൊ അമ്പലത്തേക്ക് വന്നപ്പോഴും പോലും ഇവിടെയുള്ള ആൾക്കാരെ അല്ലല്ലോ, അമ്പലത്തേക്ക് പോകുമ്പോൾ പോലും പലരും ഏറ്റവും കൂടുതൽ കണ്ണാടിയുടെ മുന്നിൽ സമയം ചെലവാക്കിയിട്ടായിരിക്കും പോയിരിക്കുന്നത്. അതെ, കുറെ പൊടി മസാലകൾ പൂശിയിട്ടാവും പോവുക. അതൊക്കെ ഈ ശവത്തെ പൂജിക്കാൻ വേണ്ടിയാണ്. അതെ, ഈ ശവം എന്നുള്ളതിനെ പൂജിക്കുകയാണ്, അതിനെ പൂജാഭാവത്തോടെ കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മുടെ നാമജപമൊക്കെ ഏതുവരെയുള്ളത്? നേരത്തെ പുഴുക്കടീനെ പറ്റി പറഞ്ഞതും അതാണ്. ഏതാ? ശവത്തെ വളർത്താനാണ്, ശിവനെ വളർത്താനല്ല. അതിന്റെ അർത്ഥം ഭക്ഷണം കഴിക്കണമെന്നോ പട്ടിണി കിടന്ന് ജീവിക്കണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. പക്ഷേ 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയുള്ള സമയമെങ്കിലും ഭക്ഷണത്തിന് ഇടവേള വേണം എന്നുള്ളത് നമ്മൾ പാലിക്കാത്തത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കുന്നു. ഇല്ലെന്ന് ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയുള്ള ഇടവേള വേണം ഭക്ഷണത്തിന്. അതുകൊണ്ടാ പറഞ്ഞത് ഒരിക്കൽ ഊണെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് കണ്ടെത്തി? രാവിലെ ഒരിക്കലും, ഉച്ചയ്ക്ക് ഒരിക്കലും, വൈകുന്നേരം ഒരിക്കലും. വേണമെങ്കിൽ അതിന്റെ ഇടയിൽ ഓരോ ഒരിക്കലാക്കാം. അതെ, നമ്മൾ നിരാഹാരം എന്നുള്ളതിന് നമ്മൾ കൊടുത്തു എന്ത്? നേരത്തെ പറഞ്ഞ നിർവചനത്തെ ഭോജനദ്വയം മലയാളത്തിൽ വ്യാഖ്യാനിച്ചെന്തായി? ഇരട്ടി ഭക്ഷണം കഴിക്കാമെന്നാണ്. അന്നാണ് കുശാലായത്. ഒന്ന് ചിന്തിക്കുക. കുടലിൽ പറ്റിയ ആഹാര പദാർത്ഥങ്ങള് ഒന്ന് ദഹിക്കാൻ പോലും അനുവദിക്കേണ്ട സമയമാണത്. ഇല്ലെങ്കിൽ എന്താവും? ഇതിങ്ങനെ ഒന്ന് ദഹിക്കാൻ സമയമല്ല. ഇതിന്റെ എന്തെങ്കിലും ആടിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണാം. കുട്ടികളായാലും വലിയവരായാലും വീട്ടില്. എപ്പോഴാ ഒഴിവുള്ളത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാല് കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ യാതൊരു കാരണവശാലും ആ കുട്ടി ഭ്രാമയാമത്തിൽ ഉണർന്നെണീക്കില്ല. ഇന്ന് ഭ്രാമയാമത്തിൽ കിടന്നുറങ്ങുന്ന കുട്ടികളാണ് അധികമുള്ളത്. അതുകൊണ്ട് തന്നെ അലസന്മാരും മടിയന്മാരും ഉറക്കം തൂങ്ങികളും ആയിത്തീരുന്നു. ദുർമേധസ് വർദ്ധിച്ചിട്ട് നമ്മളൊന്ന് അധികം കേൾക്കുന്നത് എന്താ? ഒരു കൊച്ചു കുട്ടീനോട് പോയിട്ട്, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടീനോട് പോയിട്ട് അത് കുട്ടിയൊക്കെയാണ് വിചാരിച്ചിട്ട് പെരുമാറാൻ പോയാൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് യുവതിയായിരിക്കും. പറഞ്ഞ മനസ്സിലായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനോട് പോയി സംസാരിക്കുകയാണെങ്കിൽ അവരോട് പറയാൻ ഒരു കുട്ടിയാണെന്നൊക്കെ വിചാരിച്ചു പോയാൽ തെറ്റിപ്പോയി. കാരണം അവന്റെ ഉള്ളിലുള്ള വളരുന്നത് യുവാവായിരിക്കും. എന്താ ഇതിന് കാരണം? അവന്റെ ജീവിതത്തിലുള്ള വ്രതത്തിന്റെ ദോഷങ്ങളാണ്, അവന്റെ ചിട്ടപ്പെടുത്തലിന്റെ അപാകതകളാണ്. ഒരു കാലം വരെ, അടുത്ത കാലത്ത് വരെ പെൺകുട്ടികളെങ്കിലും വീട്ടില് ഭ്രാമയാമത്തിൽ കിടന്നുറങ്ങിയിരുന്നില്ല. ഇന്ന് നാളൊരു കുട്ടി ചോദിക്കുക, ഭ്രാമമുഹൂർത്തം 7 മണിക്ക് ആക്കാൻ പറ്റുമോ? നോക്കൂ, കൊച്ചു കുട്ടികള് ഏത് ജാതിയോ ഏത് മതമോ ആവട്ടെ, ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണരുന്ന സമയപ്പെടാം. വീട്ടിൽ പോയിട്ടൊന്ന് നോക്കൂ. അവർ ഭ്രാമയാമത്തിലെ ഭ്രാമമുഹൂർത്തത്തിൽ ഉണർന്നെണീക്കും. സംശയമല്ല. എപ്പോഴാ ഭ്രാമയാമം? പുലരാൻ 7:30 നാഴിക. ഒരു നാഴിക എന്ന് പറയുമ്പോൾ 24 മിനിറ്റ് വരും. 2 നാഴിക 48 മിനിറ്റ്, 2:30 നാഴിക 1 മണിക്കൂർ, 5 നാഴിക 2 മണിക്കൂർ, 7:30 നാഴിക 3 മണിക്കൂർ. അപ്പൊ ഉദയത്തിന്റെ 3 മണിക്കൂർ മുമ്പ് തൊട്ട് അതിന്റെ ആദ്യത്തെ ഭാഗമാണേത്? ഒരു മുഹൂർത്തം, ഭ്രാമമുഹൂർത്തം. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കല്യാണക്കത്ത് എഴുതിയ മുഹൂർത്തം അല്ല കേട്ടോ. അതിൽ 10-നും 10-30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നമുക്ക് കാണാം. അത് മുഹൂർത്തമില്ല. ഒരു മുഹൂർത്തമാണെങ്കിൽ 2 നാഴിക കൂടി ചേരണം, 48 മിനിറ്റ്. ആ സമയത്ത് ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണർന്നിട്ടില്ലെങ്കിൽ പറഞ്ഞു തരൂ. നാളെ ഫോൺ നമ്പറൊക്കെ പറഞ്ഞു തരേണ്ടതാണെങ്കിൽ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് ചെയ്യാം, ഉറപ്പ്. ഇല്ലെങ്കിൽ നാളെ നമുക്ക് പ്രഭാഷണം ചെയ്യുമ്പോൾ തിരുത്താലോ, ഇത് തെറ്റാണെന്ന് ഒന്ന് പരീക്ഷിക്കൂ. വേദം എന്നുള്ളത് കേവലം പുസ്തകത്തിൽ എഴുതിയതല്ല. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ നിർവേദമായാത് നാസ്തി അകൃതകൃതേന എന്ന ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഈ വേദത്തിൽ പറയപ്പെട്ട വാക്യങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചറിയൂ. പരീക്ഷിച്ചിട്ട് വേണം സ്വീകരിക്കാൻ. എങ്കിലും ഇതൊന്ന് പോയിട്ട് പരീക്ഷിക്കുക. ഗ്രാമയാമത്തിൽ നിഷ്കളങ്കരായ കൊച്ചുകുട്ടികൾ ഉണരുന്ന സമയപ്പെടാം. അമ്മമാര് പലപ്പോഴും ഇതറിയാറില്ല. കാപട്യവും വഞ്ചനയും നമ്മുടെ കൂടെ കൂടിയിട്ട് കുട്ടികളുടെ സ്വാഭാവികത നഷ്ടപ്പെടും. അല്ലെങ്കിൽ എന്താവും, നിഷ്കളങ്കരായ കൊച്ചുകുട്ടികൾ, കാപട്യമില്ലാത്തവര്, കപടതയില്ലാത്തവര്, വക്രതയില്ലാത്തവര് ആ സമയത്ത് ഉണർന്നെണീക്കും. ആ സമയത്ത് എണീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് വ്രതമായിരിക്കും. അതാണ് വ്രതം. അത് വരിക്കപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. ആ സമയത്ത് എണീറ്റിട്ട് നല്ല കത്തുന്ന സാധനമാണ് സേവിക്കുന്നതെങ്കിൽ അതും വ്രതമാകും, അതിൽ കേമനാവും. ആ സമയത്ത് നല്ല പുകവലിക്കുകയാണെങ്കിൽ നല്ലൊരു ചെയിൻ സ്മോക്കറായി മാറാം. ആ സമയത്ത് എണീറ്റിട്ട് പിന്നെയും കിടക്കുകയാണെങ്കിൽ അത് അതിലും വലിയ ദോഷമായി തീരും. ദുർമേധസ് വർദ്ധിച്ചു പോകും. പിന്നെ വെറും കാമജീവിയായി അവൻ തീരും, അല്ലെങ്കിൽ അവൾ തീരും. ആ സമയത്ത് എണീറ്റ് നട്ടെല്ലും മൂർദാവും കാൽവെള്ളയും നനയുന്ന വിധത്തിൽ കുളിച്ചിട്ട് പഠിക്കാനുള്ളതൊന്ന് പഠിച്ചു നോക്കൂ. പരീക്ഷയ്ക്ക് മറന്നു പോവില്ല. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതമാകുന്ന പരീക്ഷയിൽ ഒരിക്കലും മറന്നു പോവില്ല. ഈ പറയുന്ന ആശയങ്ങളെ പഠിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാ നമ്മുടെ പൂർവാചാര്യന്മാര് ഒരു ജീവിതം കൊണ്ടോ 2 ജന്മം കൊണ്ടോ കഴിയാത്തതൊക്കെ അവർ പഠിച്ചുണ്ടാക്കിയത്. അല്ലാതെ കുത്തിയിരുന്ന് രാത്രി പാതിര വരെ ഇരുന്ന് പഠിച്ചിട്ടല്ല അവരുണ്ടാക്കിയത്. എന്നിട്ടും പരീക്ഷയ്ക്ക് മറന്നുപോയി എന്ന് പറഞ്ഞവരല്ല അവർ മേധാശക്തി ഉറച്ചവരായിരുന്നു. അവർക്ക് എന്താണോ പഠിക്കേണ്ടത് അവർ ആ സമയത്ത് എണീറ്റ് പഠിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പൂർവാചാര്യന്മാര് വിഭാവനം ചെയ്ത പദ്ധതി പ്രകാരം ഏതെങ്കിലും ഒരു ആശ്രമത്തില് ഏതെങ്കിലും ഒരു വേദം പഠിക്കുന്ന ഒരാള്, അവരൊക്കെ സ്വകാര്യ മന്ത്രോപാസനകള്, നാമജപങ്ങള്, വേദ പഠന പാഠനങ്ങള് ഒക്കെ ഇന്നും അന്നും ചെയ്തത് ആ സമയത്ത് എണീറ്റിട്ട, ആ സമയത്ത് കിടന്നുറങ്ങിയവരല്ല അവർ. നമ്മളോ ആ സമയത്ത് നമ്മുടെ കുട്ടികൾ കിടന്നുറങ്ങും. രാത്രി പാതിര വരെ വേണത് ഉറക്കൊഴിച്ചിരുന്നോളും. രാത്രി 1-ാം യാമം കഴിഞ്ഞാൽ ഉള്ളുറങ്ങിക്കഴിഞ്ഞു. പിന്നെ എത്ര പഠിച്ചാലും ഉള്ളിൽ ഓർമ്മ ഉണ്ടാവില്ല. ഈ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോരാനും കോപ്പി അടിക്കാനും ചില കാശിന് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ വകുപ്പുണ്ടായേക്കാം. പക്ഷെ ജീവിതമാകുന്ന പരീക്ഷയിൽ, ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ യാതൊരു സംശയവുമില്ല, വേദവാണികളെ നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കുക തന്നെ വേണം. അത് ആചരണങ്ങളിലൂടെ തന്നെ വേണം. എങ്കില് വ്രതം എന്നുള്ളത് ആചരണങ്ങളിലൂടെ വേണം നമ്മൾ ചിട്ടപ്പെടുത്താൻ. വ്രതങ്ങള് സ്വയം വരിക്കുന്നത് എന്നർത്ഥം വരുമ്പോ ആചരണങ്ങൾ എന്നുള്ളത് എത്ര അല്പമേ കഴിയുന്നുള്ളൂ എങ്കിൽ, എല്ലാ വ്രതവും എല്ലാവർക്കും ഉള്ളതല്ല. ചിലര് ഞാൻ തിങ്കളാഴ്ച വ്രതം ഏറ്റെടുത്തു, അതും എനിക്ക് തരില്ല. തിരുവാതിരല്ലോ, തിരുവാതിര നോക്കാൻ ഞാൻ പറ്റുമോ? അതും വേണം. കാരണം ഒരു 8 കിഴങ്ങ് ചുട്ടു തിന്നാൽ എത്തങ്ങാടി ആയാൽ അതായല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ തുടി കൊത്തിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് മാതിരപ്പൂ ചൂടിയാൽ ഒക്കെ തിരുവാതിരയായി ധരിച്ചിരിക്കുക. ഭൗതികമായ ചില വിധിവിധാനങ്ങൾ മാത്രമാണ് ആചരണങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ എന്തായിത്തീരുന്നു? വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നേടാതെ നഷ്ടപ്പെട്ടു പോകുന്നു. മൂല്യങ്ങൾ ചോർന്നു പോകുന്നു, വ്യക്തി രൂപപ്പെടാതാവുന്നു. ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്, ഏതൊരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്തും ആ വ്രതത്തിന്റെ പിന്നിൽ എന്തൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ആ ഉദ്ദേശത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും വാക്കിനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞു, കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആഹാരങ്ങളെ ദഹിപ്പിക്കാൻ ഒരു വിശ്രമമൊക്കെ വേണ്ടേ? ഒരു ദിവസമെങ്കിലും ഒന്ന് പട്ടിണി കിടന്ന എന്താ കുഴപ്പമുള്ളത്? അന്ന് കഴിക്കാത്ത ആ ഭക്ഷണം ഉണ്ടല്ലോ, അത്രയും മൂല്യങ്ങൾ. പണമായാലും ശരി, ഭക്ഷണം കിട്ടാതെ കഴിയുന്നവരുണ്ടാവുകയെ ഇന്നുണ്ടേ. കേരളത്തിലെ കാര്യമല്ല പറഞ്ഞത്. അതെ, ഇന്നാള് പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് സോമാലിയയിൽ നിന്ന് വന്ന 2 പേരുമായി കാണാനിട വന്നു. അവിടെ നമ്മൾ കേട്ടത് കൊള്ളക്കാരെ കുറിച്ചാണ് നിരന്തരം കേൾക്കുന്നത്. പക്ഷേ അവിടെ ആ കൊള്ളക്കാരാവാൻ എന്താണ് കാരണം? അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് ജനത വഹിക്കുന്നു.
നമ്മൾ ആ സ്ഥലത്ത് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗം എവിടെ തന്നെ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആലോചിച്ച് ദുഃഖിക്കുന്നവരാ. ഭക്ഷണത്തിനൊരു മുട്ടുമില്ല, സൗകര്യങ്ങൾക്കൊരു കുറവുമില്ല, എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്വർഗ സമാനമാണ് ജീവിതം. എന്നിട്ട് ആലോചിച്ച് ദുഃഖിക്കുക, ശാന്തിയില്ല, സമാധാനമില്ല എന്നും പറഞ്ഞ്. അത് നമ്മളുടെ ശരിക്കും നിഷ്ഠയില്ലാത്ത കുഴപ്പമാണ്, നമ്മുടെ ആചരണത്തിന്റെ കുറവാണ് മനസ്സിന് അസ്വസ്ഥതയുണ്ടാവുന്നത്. അല്ലാതെ നമുക്ക് ഭൗതികമായ സുഖഭോഗങ്ങളുടെ, ഭൗതികമായ സാഹചര്യങ്ങളുടെ യാതൊരു അഭാവവും ഇന്നിവിടെ ഇല്ല. എല്ലാം ഭദ്രമാണ്, ഒന്നിനൊരു കുറവുമില്ല. പക്ഷേ ആന്തരികമായ നിഷ്ഠയുടെ കുറവ് മാത്രമാണ് നമ്മുടെ ദുഃഖത്തിനും അശാന്തിക്കും കാരണം എന്നുള്ളത് വ്യക്തമാണ്. അവിടെ അതല്ല, അവിടെ ആന്തരികമായ നിഷ്ഠയേക്കാളേറെ അവിടെ വേണ്ടത് ഭൗതികമായ സാഹചര്യങ്ങൾ. വിശപ്പിന്റെ വില ഉള്ളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എങ്ങനെ നാമം ജപിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ ഒരു മനുഷ്യത്വത്തെ പ്രകടമാക്കാൻ പറ്റും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നേരം ഭക്ഷണം കിട്ടാതിരുന്നാൽ തന്നെ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും? കുറച്ചു കാലം ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛനും മക്കളും തമ്മില് കടിച്ചു തിന്നൂന്നും വരും. ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ചു നോക്കണം. കുറച്ചു കാലം ഭക്ഷണം കിട്ടാതിരുന്നാൽ, ഒരു വഴിയില്ലെങ്കിൽ മറ്റു ചില ജീവികളുണ്ടല്ലോ തന്റെ കുട്ടികളെ തിന്നുന്നത്. ഇതുപോലെ മനുഷ്യനും ആവില്ല എന്നൊന്നും പറയാൻ ഇന്നത്തെ കാര്യം മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവര് കൊള്ളക്കാരാവാനും അവര് പിടിച്ചുപറിക്കാരാവാനും എന്താണ് ഒരു സാഹചര്യം എന്ന് ചിന്തിച്ചാൽ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഒരു ദിവസത്തെങ്കിലും അത് ലഭിക്കാത്തവർക്ക് വേണ്ടി നമുക്ക് സംഭാവന ചെയ്യാൻ, ദാനം നൽകാൻ. ഇന്നിപ്പോ അന്നദാനം എന്ന് പറഞ്ഞ് നടക്കുന്നതില് അന്നം കിട്ടാത്തവരാരും ഉണ്ടാവില്ല. എത്ര പേരുണ്ടാവും അന്നദാനത്തിൽ അന്നം കിട്ടാത്തവർ? പേര് അന്നദാനം, അത് വേണ്ടെന്ന് പറഞ്ഞില്ല. ഒരു ക്ഷേത്രത്തിന്റെ പേരില് അന്നം കൊടുക്കുന്ന സമയത്ത് അത് പ്രസാദ കൂട്ടുക എന്ന് പറയാറുണ്ട്. നല്ല വാക്കതാ. ദേവന്റെ പ്രസാദം അല്ലെങ്കിൽ ദേവിയുടെ പ്രസാദം എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നു, നല്ലതാ. ഒന്നിച്ച് എല്ലാവരും കൂടി ചേർന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നു, അത് ദേവന്റെ പ്രസാദം എന്ന ഭാവത്തിൽ നല്ലതാ. പക്ഷെ ആ പ്രസാദം ആവണമെങ്കിൽ പോലും എന്ത് വേണം? അവിടെ കൊണ്ട് പൊതുവെ കാണുന്ന ആചരണം എങ്ങനെയാണെന്നറിയോ? അമ്പലത്തില് പ്രസാദമൊട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാ? ആ സമയം ഒന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ നോട്ടീസിൽ വെച്ചിട്ടുണ്ടാവും, നോക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ക്ഷേത്രത്തിലുള്ള തിരക്കെന്താണെന്നറിയോ? അതിനു മുമ്പ് അവിടെ പ്രഭാഷണം ഉണ്ടാവും, മറ്റ് പല പരിപാടികളുണ്ടാവും, അവിടെ ക്ഷേത്രത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇതിലൊന്നും പങ്കെടുക്കില്ല. എപ്പോഴാണ് എത്തുക? അമ്പലത്തിൽ നിന്ന് പ്രസാദവുട്ടുണ്ട്, ആ സമയത്ത് എത്താം. അതെങ്ങനെ പ്രസാദാവും? നോക്കൂ, ഒരു ക്ഷേത്രമായിട്ട് നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുഴുവൻ പങ്കുകൊണ്ടാൽ മാത്രമേ അതിന്റെ ഇടയിൽ കഴിക്കുന്ന ആ അന്നം പ്രസാദമായി തീരൂ. പ്രസാദം എന്ന പേരിൽ അവിടെ പോയിട്ട് ആ നേരത്ത് പോയി ഓടിക്കേറിയിട്ട് പോയിട്ട് അത് കഴിച്ചു പോന്നാൽ അത് പ്രസാദമാവില്ല, അത് വിഷത്തിന് തുല്യമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് പലപ്പോഴും ചെയ്യുന്ന ആചരണം ഇങ്ങനെയാ. അതുവരെയുള്ളതൊന്നും എനിക്ക് ബാധകമല്ല, അതൊന്നും എനിക്ക് വേണ്ട, പ്രസാദവും ഇങ്ങനെ അത് പ്രസാദവും. യജ്ഞത്തിന്റെ ഇടയിൽ വരുന്ന ഭക്ഷണം പോലും പ്രസാദമാണ്. പക്ഷെ ആ യജ്ഞം എന്ന് പറയുന്നത് ഏതാ? അതിന് ആദ്യ അവസാനം വരെ അതിൽ പങ്കുകൊള്ളണം, അപ്പോഴല്ലേ അത് പ്രസാദം ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നത് എന്താണ്? അന്നദാനാണോ വെച്ചാൽ അന്നദാനമല്ല, പ്രസാദം കൂട്ടാണോ വെച്ചാൽ പ്രസാദം കൂട്ടുമല്ല, പിന്നെന്താ? പലപ്പോഴും വീട്ടിൽ വെക്കാൻ മടിച്ചിട്ട് അമ്പലത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ പണിയും കഴിഞ്ഞു. ഇങ്ങനെ ആവരുത്. ആചരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ പറയണേ. വ്രതങ്ങൾ എന്നുള്ളത് സൂചിപ്പിച്ചു, എല്ലായിടത്തും പറഞ്ഞിട്ടില്ല, ചിലത് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ ഒരുപാട്. ശിവരാത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആദ്യമായി ശിവലിംഗം പ്രത്യക്ഷമായത് അരുണാചല ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രത്യക്ഷമായതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊന്നും നൽകുന്ന സന്ദേശം മനുഷ്യനെ ശുദ്ധീകരിച്ച് വ്യക്തിത്വത്തെ നേരെയാക്കി എടുക്കും.